ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം കേട്ടോ. 2 ദിവസം ശബ്ദം കുറച്ച് മോശമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഇടാൻ പഠിച്ചത്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ ടൈംലെസ് ആണ്. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ചെയ്യാത്തവരോടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ ലൈക്ക് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് അവസ്ഥയിലൂടെ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു പിന്നെ റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ടവറാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിന്നൊരു ഷോർട്ട് ഇട്ടതിൽ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്ന ടവർ തന്നെയാണ്. അതെങ്ങനെ വന്നോന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വ്യക്തിയുടെ ആ ഒരു എനർജി വന്നിരിക്കുന്നത് ടവറാണ്. ടവർ എന്ന് പറയുന്ന സമയത്ത് അറിയാമല്ലോ, നമ്മളൊരു ഉയർച്ചയിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന ഒരവസ്ഥ, ഒരു പതറ്റിക്കായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ സമയത്ത് നമ്മൾ വീണു പോകുന്നു. എത്ര ഉയരത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, എന്തെല്ലാം നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും ചില സമയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രോഗമായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തിക ഭദ്രതയുടെ കുറവായിരിക്കാം, കടമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലവ് ഫെയിലായിരിക്കാം, എന്തുവാകാം, വിഷയം എന്തുമാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു ടവർ അവസ്ഥയിലിരിക്കുന്നു എന്നാണ്. നമുക്ക് ബാക്കി കാർഡ്സ് നോക്കിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് എന്നാണ് കാണിക്കുന്നത്. തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുമ്പോഴത്തേന് സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു സാമ്പത്തികമായിട്ട്. എങ്ങനെ ഇനി മുൻപോട്ട് പോകും എന്നുള്ള ആ ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സാമ്പത്തിക അവസ്ഥ മോശമായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാലൻസ് തെറ്റും, അല്ലേ? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് സ്നേഹം മതി, മറ്റൊന്നും വേണ്ടെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വലിയ വായിലൊക്കെ വിളിച്ചു പോകും. പക്ഷേ അങ്ങനെയല്ല. സാമ്പത്തികത്തിൻ്റെ ഭദ്രത കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താളം തെറ്റാൻ തുടങ്ങും. കുടുംബ ജീവിതമായാലും ശരി, ഇനി ലവ് അഫെയർ ആയാലും ശരി, ഇനി ഫ്രണ്ട്സ് തമ്മിലായാലും ശരി, നമുക്ക് സാമ്പത്തികമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും ചവിട്ടി താഴ്ത്താനാണ് ശ്രമിക്കാറുള്ളത്. ആരും വന്നിട്ട് ഹെൽപ്പ് ചെയ്യടാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം, അല്ലേ നീ വാ, അങ്ങനെ ചെയ്യാമെന്ന് ആരെങ്കിലും പറഞ്ഞു വരുമോ നമ്മുടെ അടുത്ത്? നമ്മൾ ചോദിച്ചാൽ തന്നെ ചിലപ്പം ചിലർ സഹായിക്കും, ചിലർ മുഖം തിരിച്ചു പോകും, അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഈ ആൾ വല്ലാതെ പെട്ടുപോയി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി. ഓക്കെ, 7 ഓഫ് വാൻസ് ആണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത്. 7 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിരോധിച്ചൊക്കെ നിന്ന് നോക്കി, ഒരുപാട് അതിനെ ഒന്ന് ചേർത്ത് നിന്ന് നോക്കി, ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ സാഹസത്തിലൂടെ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. ചേർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അതൊന്ന് ബാലൻസ് ചെയ്യുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്നു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന ആളാണ്, വളരെ ക്യൂനായിട്ടിരുന്ന ഒരാളാണ്. രാജ്ഞി അല്ലെങ്കിൽ രാജാവ് എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് താഴേക്ക് പോകുന്ന സമയത്ത് സമൂഹത്തിലുള്ള നിലയും വിലയും മറ്റും ഇടിഞ്ഞു പോകുമ്പോഴുള്ള ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ, അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികം വളരെയധികം ബെറ്ററാണ്. ഒരു മാനിഫെസ്റ്റേഷൻ പവറുണ്ട് ആൾക്ക് നല്ലപോലെ. അതുകൊണ്ട് തന്നെ സമ്പത്തൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ സക്സസ് ആണ്. ഇയാൾ ഇപ്പോൾ സക്സസ് ആയിട്ട് നിൽക്കുന്നു. ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്ന് അതൊരു വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആശയങ്ങൾ ഈ വ്യക്തി തേടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പഠനം നടത്തിയിരിക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ അയാൾക്ക് പഠിക്കാനുള്ളൊരവസരവും കൂടി ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നു. ഒരുപാട് പ്രോജക്റ്റുകൾ, പുതിയ 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 കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ബിസിനസ്സായാലും ശരി, അയാളുടെ ഫിനാൻസ് വിഷയങ്ങൾ, കരിയറിലൊക്കെ വളരെ ഉയർച്ച ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നല്ല സമൂഹവുമായിട്ട് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അത് നമുക്ക് ബാക്കി കുറച്ച് കാർഡ്സും കൂടി നമുക്ക് നോക്കിയതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് കാണിക്കുന്നുണ്ട്.
എന്നുവെച്ചാൽ ഇതൊരു ഫാമിലി ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ബന്ധം ഉണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ ഒരു പക്ഷേ ബന്ധം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഫാമിലി ആയിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അതേമാതിരിയുള്ള വ്യക്തി ആണ്. അതായത് കുറച്ച് കടപ്പാടുകൾ, കാര്യങ്ങൾ, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ കർത്തവ്യങ്ങൾ, നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലായാലും ശരി, ഇമോഷണലായിട്ടുള്ള അവനവൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്നേഹം, കാര്യങ്ങൾ, അങ്ങനെ എല്ലാത്തിലും വളരെയധികം ഇൻവോൾവ്ഡ് ആയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പലപ്പോഴും നിങ്ങളെ അവഗണിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നെഗ്ലക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ഒരു കാർഡ്. ഐ ഫെൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് നിന്നോട് പെരുമാറുവാൻ, അല്ലെങ്കിൽ നിനക്ക് അവസരങ്ങൾ തരുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൽ ഞാൻ തോറ്റുപോയി എന്നാണ് പറയുന്നത്. നെഗ്ലക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, അവഗണനയാണ്. ആ അവഗണന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതിലും മുകളിലായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് അറിയാം, ഐ നോ മൈ ഇൻഎബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്ട്സ് യു. നിന്നെ ഹർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ഡിസിഷൻ എടുത്ത് നിനക്ക് വേണ്ടത് നൽകുവാനോ നിന്നെ സമാധാനിപ്പിക്കുവാനോ ഞാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗോസിപ്പിനെ ഭയമാണെന്ന് പറയുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഫാമിലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചില വിഷമങ്ങളൊക്കെ ഈ വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഗോസിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അതാണ്. പിന്നെ ഈഗോ വന്നിട്ടുണ്ട്. ഈഗോ എന്ന് പറയുമ്പോൾ ഈ കാർഡ് മൊത്തം കാണിക്കാനൊക്കത്തില്ല, അതുകൊണ്ടാണ് ഈഗോ എന്ന് പറയുമ്പോൾ കുറച്ച് ഈഗോ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആ ഈഗോയ്ക്ക് യാതൊരു വക വ്യത്യാസങ്ങളും വന്നിട്ടില്ല എന്ന് കാണിക്കുന്നു. പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, ഈഗോ കാരണവുമാണ് എന്ന ആൾ പറയുന്നുണ്ട്. ഇപ്പോഴും ആ ഈഗോയ്ക്ക് അത്ര വലിയ ഒരു കുറവൊന്നും വ്യതിയാനങ്ങളൊന്നും വന്നിട്ടുണ്ടാവണമെന്നില്ല, എങ്കിലും പറയുന്നു എൻ്റെ ചില ഈഗോയും ഇതിൻ്റെ പുറകിൽ ഉണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം തകർന്നു പോകാൻ കാരണം ആ ടവർ വന്നിരിക്കുന്നതും അതും കൂടെ കൊണ്ടാണ്. അപ്പോൾ ഇറീപ്ലേസബിൾ എന്നാണ്. അപ്പോൾ എനിക്ക് എന്ത് തോന്നി, ദ വേ യു ലവ് ക്യാൻ നൗ ബി മാച്ച്ഡ്. നമുക്കിത് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെ നമുക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ ഭയപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ഒരു പേടിയുണ്ടായി എന്ന് പറയുന്നുണ്ട്. റിഫ്ലക്ഷൻ ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നീ എന്നെ പലപ്പോഴും അതൊക്കെ തിരുത്തി തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കതൊന്നും അന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഐ ഹാവ് ഇൻ ഗിവൺ അപ്പ് ഓൺ ആസ് യെറ്റ്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നിന്നെ കാണാതിരിക്കാനോ നീയുമായിട്ട് ഒരുമിച്ച് ഒന്ന് ജീവിച്ച് കൊണ്ടുപോകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഒരു റിഗ്രറ്റായിട്ടും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലുള്ള തെറ്റുകൾ കൊണ്ടാണെന്നൊക്കെ ആളിപ്പോൾ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വന്ന സമയത്ത് നിങ്ങളെ അന്ന് ഗവനിക്കാനോ നിങ്ങൾക്കൊരു പ്രാധാന്യം തരുവാനോ ആൾക്ക് സാധിച്ചില്ല എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇയാൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേ വി സ്റ്റാൻഡ്. ഇപ്പം നീ എവിടെ നിൽക്കുന്നു, അല്ലെ ഞാൻ എവിടെ നിൽക്കുന്നു, അല്ലെ നമ്മൾ രണ്ടുപേരും ഏത് രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നതെന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. കാരണം ഞാൻ തിരിച്ചു വന്നാൽ നീ എന്നെ അംഗീകരിക്കുമോ, അതാണ് വിഷയം. ഐ മിസ് അവർ ജോക്സ്. നിൻ്റെ ജോക്സൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ലൊരു ബന്ധമായിരുന്നിരിക്കണം. അതായത് നല്ലൊരു ബന്ധം ഉള്ളവർക്കാണ് ഇത് നഷ്ടപ്പെടലിൻ്റെ ആ വേദന വരുള്ളൂ. അല്ലെങ്കിൽ അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ നീ കരുതത്തുള്ളൂ. നമുക്ക് അത്രയും മനസ്സിൽ ഇൻറ്റിമസി ഉള്ള ആളുകളോട് മാത്രമാണ് നഷ്ടപ്പെടലിൻ്റെ ആ ഒരു അഭാവം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള ആ വേദന, അത് നമ്മൾ തിരിച്ചറിയുള്ളൂ. അപ്പോൾ അതിപ്പോഴും ഈ വ്യക്തി നല്ലപോലെ അനുഭവിക്കുന്നു. നിങ്ങളുടെ കണക്ഷൻ ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പുള്ളി പറയുന്നുണ്ട്, ഒരു സപ്പോർട്ടേജ് ഐ മസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് ടൈംസ് സംടൈംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലതൊക്കെ വരാൻ നിൽക്കുമ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന്. പിന്നെ അല്ലെങ്കിൽ ഐ റിപ്ലേസ്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസോണസ്റ്റി. അപ്പോൾ കുറച്ച് അവിശ്വാസവും കാര്യങ്ങളും അവിടെ അതുകൊണ്ടൊക്കെ തന്നെ വന്നിരുന്നു.
എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അതൊന്നുമായിരുന്നില്ല യഥാർത്ഥ ജീവിതം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അന്നത്തെ ഒരു കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ആ സമയത്ത് എനിക്ക് നിന്നോട് കൂടുതൽ പ്രത്യേകതകൾ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളോടത് തുറന്ന് പറയുകയാണ്, ഓപ്പൺ മൈൻഡോടുകൂടി പറയുകയാണ്. നിങ്ങളോടത് പറയാനുള്ള ആ ഒരു വേദിയാണിത് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു വിഷമം ഇപ്പോൾ ഉള്ളിൽ കടന്ന് നീർറ്റൽ അനുഭവിക്കുന്നുണ്ട് ഒരുപാട്. നമ്മൾ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആദ്യമൊക്കെ നമുക്ക് നല്ല ഒരു അവസരം അല്ല നല്ല സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ സങ്കടം എത്രയാണ്, അവരെത്രമാത്രം നമ്മളെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മളുടെ കാര്യം നമ്മൾ ജയിക്കണം, നമ്മൾ തോറ്റെടുത്തൊന്നും നമ്മൾ ജയിച്ചു വരണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഈ ടവറിൽ കിടന്നൊരു വ്യക്തിക്ക് ഇത്രയൊക്കെ സാധിച്ചു എന്ന് പറയുമ്പോഴത്തേന് ദൈവാധീനം കൂടെ ഉള്ള ഒരാൾ തന്നെയാണ്, നല്ല വ്യക്തിയുമാണ്. പക്ഷേ അവിടെ ഇത് ഇപ്പം ഫാമിലി അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കണം. ഏത് ബന്ധമാണെങ്കിലും ശരി, ഇവിടെ ഒരു തേർഡ് പാർട്ടി കൂടിയുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്നാണ് ഇത്രയും വിഷയങ്ങൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല വിഷയം, തേർഡ് പാർട്ടി മാത്രമല്ല, തേർഡ് പാർട്ടി ഇവിടെ ധനമാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ആ തേർഡ് പാർട്ടി ധനം വന്നതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ വന്നിരിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.